വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ, പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ, പാവങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റു തളർന്നവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. അന്ധരെ അന്ധർ നയിക്കുന്ന വീഥിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, അന്ധരെ അന്ധർ നയിക്കുന്ന വീഥിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്കാൻ അമ്പുകൾ കൊണ്ടു മുറിഞ്ഞവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആധിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ, ആധിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ, രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മി കിരീടമണിഞ്ഞവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശ്വം കാക്കുന്ന നാഥ, വിശ്വൈകനായക, ആത്മാവിലെരിയുന്ന തീയണയ്ക്കൂ, നിന്നാത്മചൈതന്യം നിറയ്ക്കൂ, ആത്മചൈതന്യം നിറയ്ക്കൂ. വിശ്വം കാക്കുന്ന നാഥ, ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി
ഇടയൻ കൈവിട്ട കുഞ്ഞാടുകൾ ഇരുളിൽ കൈത്തിരി സ്നേഹം നിറഞ്ഞവരെ, ഇന്നേ ദിവസം തിരുനാട്ടിൽ കർമ്മങ്ങൾ നടത്തുന്നത് സ്നേഹം നിറഞ്ഞ പിന്നെ പാണായി അച്ഛനാണ്. അച്ഛൻ നമ്മുടെ ഇടവകയിലെ ഡീക്കനായിട്ട് സേവനം ചെയ്ത വ്യക്തിയാണ്. അച്ഛൻ ഒത്തിരി സ്നേഹത്തോടുകൂടി വികാരി അച്ഛൻ്റെ പേരിൽ ഇടവക ജനങ്ങളുടെ പേരിൽ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം ഈ തിരുനാട്ടിൽ കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ഫ്രണ്ട്സ് ഓഫ് ദുബായ് സുഹൃത്തുക്കൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അവരുടെ വിശുദ്ധ നിയോഗങ്ങൾ വിശുദ്ധ മാധ്യസ്ഥം വഴി ദൈവം സാധിച്ചു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമ്മുടെ തിരുനാളിൻ്റെ ഒരുക്കമായ പ്രാർത്ഥന നമുക്ക് ഒന്നിച്ച് ചെല്ലാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ പ്രത്യേക മാധ്യസ്ഥം വഴി ഞങ്ങളുടെ ഇടവകയ്ക്കും കുടുംബങ്ങൾക്കും നാടിനും അങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അശരണരുടെയും വേദനിക്കുന്നവരുടെയും സങ്കേതവും സഹായവുമായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥ സഹായത്തിനായി ഈ തിരുനടയിൽ എത്തുന്ന എല്ലാവർക്കും വിശ്വാസത്തിന്റെയും അനുഗ്രഹത്തിന്റെയും ആത്മീയതയുടെയും അനുഭവമായി ഞങ്ങളുടെ തിരുനാൾ ദിനങ്ങളെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഇതിനു വേണ്ടിയുള്ള ഞങ്ങളുടെ എല്ലാ തയ്യാറെടുപ്പുകളെയും തിരുക്കർമ്മങ്ങളെയും അങ്ങേ സന്നിധിയിൽ സമർപ്പിക്കുന്നു. വിശുദ്ധ സെബസ്ത്യാനോസിനെ പോലെ വിശ്വാസത്തിൽ അടിയുറച്ച് വളരുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഈ തിരുനാളിന് നേതൃത്വം നൽകുന്ന എല്ലാവരെയും അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. കൂട്ടായ്മയിലും ഒത്തൊരുമയിലും ഇടവക സമൂഹം ഒന്നാകെ കൃപാഭരണത്തിന്റെ ദിനങ്ങളായി മാറ്റുവാൻ ഞങ്ങളെ പ്രദാനം ചെയ്യണമേ. കർത്താവായ യേശുവേ, ഈ തിരുനാൾ ദിനങ്ങളെ അങ്ങ് ആശീർവദിക്കുകയും എല്ലാവിധ ആപത്തുകളിലും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ഞങ്ങളുടെ അപേക്ഷകളെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ആമേൻ. പരിശുദ്ധ കന്യാമറിയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രകാശമേ
ആരംഭിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ദൈവത്തിന്റെ സന്ധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. ഇവിടെയായിരിക്കും നമ്മളെല്ലാവരും ഒത്തിരിയേറെ ആഗ്രഹത്തോടും പ്രതീക്ഷകളോടും സ്വപ്നങ്ങളോടും കൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഈ നൊവേനയിൽ പങ്കെടുക്കുമ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴിയായിട്ട് എനിക്ക് അനുഗ്രഹം പ്രാപിക്കും, എൻ്റെ കുടുംബത്തിന് ചൈതന്യമുണ്ടാകുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ നാം ഇവിടെ ആയിരിക്കുന്നത്. ഈ ദിവസത്തെ തിരുക്രമങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ദുബായ് ഫ്രണ്ട്സിനെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഒത്തിരിയേറെ ആഗ്രഹങ്ങളോടുകൂടിയാണ് അവരെ ഈ തിരുനാൾ ഈ നൊവേന ഏറ്റെടുത്ത് നടത്തുന്നത്. ഈ ദുബായ് ഫ്രണ്ട്സിന്റെ എല്ലാ കുടുംബാംഗങ്ങളെയും അവരുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ നമുക്ക് സമർപ്പിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ഈ പുണ്യവാളിന്റെ ഈ തിരുനടയിൽ നിന്നും ഈ നൊവേനയിൽ നിന്നും മടങ്ങിപ്പോകുമ്പോൾ ഒരു കുഞ്ഞു വാശി പിടിക്കുന്നത് പോലെ ഞാൻ ഇത് നേടിയേ പോകുള്ളൂ, ഞാൻ ശാഠ്യം പിടിക്കാം, എനിക്കിത് സാധിച്ചു തരണം, ഞാൻ ഈ ആഗ്രഹവുമായിട്ടേ ഞാൻ തിരിച്ച് മടങ്ങിപ്പോവുകയുള്ളൂ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന പുണ്യവാളിന്റെ മാധ്യസ്ഥ ശക്തിയാൽ നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. പുണ്യവാളിന്റെ മാധ്യസ്ഥം തീർച്ചയായും നമ്മുടെ കൂടെ ഉണ്ടാകും, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും, നമ്മളെ അനുഗ്രഹിക്കും. ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ജീവിതത്തെ സാഫല്യപ്പെടുത്തണമേ, അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ നൊവേനെ ആരംഭിക്കുകയും ആത്മാർത്ഥമായ മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കുകയും ചെയ്യാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വൈക ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മധ്യസ്ഥനായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഞങ്ങൾ ചെയ്തുപോയ പാപങ്ങളെ കുറിച്ച് ഞങ്ങൾ മനസ്സറിയിക്കുന്നു, അവയ്ക്ക് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയും ചെയ്യുന്നു. അങ്ങേക്ക് വേണ്ടി സഹിക്കുവാനും മരിക്കുവാനും തിരുസഭയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനും സന്നദ്ധരായ അനേകം രക്തസാക്ഷികളെ ഞങ്ങൾക്ക് നൽകിയതിന് അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അവരുടെ മാതൃക അനുകരിച്ചുകൊണ്ട് ഉത്തമ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും എല്ലാ സാഹചര്യങ്ങളിലും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ആമേൻ. സത്യവിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി ഉന്നതമായ സ്ഥാനമാനങ്ങളും സകലവിധ വസ്തുക്കളും സ്വന്തം ജീവനെ തന്നെയും സന്തോഷപൂർവ്വം ധരിക്കുവാനും അവനീയമായ പീഡകൾ സഹിക്കുവാനും അവസാനം രക്തസാക്ഷിയായി മരിക്കുവാനും വിശുദ്ധ സെബസ്ത്യാനോസിനെ സജ്ജമാക്കിയ കർത്താവേ, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ വിശ്വാസത്തിനെതിരാകുന്ന സകലവിധ പ്രലോഭനങ്ങളെയും ഭീഷണികളെയും ധീരമായി ചെറുക്കുവാനും വിശ്വാസം ത്യജിക്കുന്നതിനേക്കാൾ മരണം വരിക്കുവാനും വിശുദ്ധന്റെ മാതൃക അനുസരിച്ച് എല്ലായിടത്തും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഗോതമ്പമണി നിലത്ത് വീണ് അഴിയാത്ത പക്ഷം അതുഫലം പരിപാടിയിലായിന്ന് കൽപ്പിച്ചെറിയ കർത്താവേ, ത്യാഗപൂർണ്ണമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. വിശുദ്ധ സെബസ്ത്യാനോസിനെ അനുകരിച്ച് മുഴുവൻ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും സകലതയോടും കൂടെ അങ്ങേ സ്നേഹിക്കുവാനും മുറിവുകൾ ഓർമ്മിക്കാതെ യുദ്ധം ചെയ്യുവാനും വിശ്രമം അന്വേഷിക്കാതെ അധ്വാനിക്കുവാനും പ്രതിഫലം മോഹിക്കാതെ വേല ചെയ്യുവാനും അങ്ങനെ ഞങ്ങളെയും ഞങ്ങൾക്കുള്ളവയെയും സന്തോഷപൂർവ്വം അങ്ങേക്കായവയും ചെയ്യുവാനും ഞങ്ങളെ സന്നദ്ധരാക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ശാരീരവേദനകളാൽ പരീക്ഷിക്കപ്പെടുകയും പീഡിപ്പിക്കുകയും ചെയ്ത റോമാനിലെ നിവാസികൾക്ക് അത്ഭുതകരമായ ശരീര സൗഖ്യവും ആത്മീയമായ സൗഭാഗ്യവും നൽകുവാൻ വിശുദ്ധ സെബസ്ത്യാനോസിനെ ഉപകരണമാക്കിയ കർത്താവേ, ശാരീരികമായ രോഗങ്ങളാലും മാനസികമായ പ്രയാസങ്ങളാലും ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. പാപങ്ങളുടെ പരിഹാരത്തിനും നരകത്തിനുള്ള രക്ഷയ്ക്കുമായി അനുദിന ക്ലേശങ്ങളെ കാഴ്ചവെക്കാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. വചനമേ വചനമേ പരിചയാമിൻ വചനമേ വെളിച്ചമേകി എന്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കും വചനമേ
നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല, പ്രസ്തുത ദൈവത്തിന്റെ പ്രവർത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥം, കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുമ്പ് യാചകനായി കണ്ടിരുന്നവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷയാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവനെ പോലെ ഇരിക്കുന്നു എന്നേ ഉള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലഹായി പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെ എന്നവർ ചോദിച്ചു. എനിക്ക് അറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായില് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ കുഞ്ഞനുജന്മാരെ, കുഞ്ഞനുജത്തിമാരെ, ഒത്തിരി സന്തോഷമുണ്ട് ഓരോ പ്രാവശ്യവും പുണ്യവാളിന്റെ തിരുനാളിന്റെ നൊവേനയിൽ പങ്കെടുക്കുവാനും ഈ അനുഗ്രഹം പ്രാപിക്കുവാനുമൊക്കെ അവസരം നൽകുന്നതിന് പ്രത്യേകിച്ച് കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളനോട് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയാണ്. വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സജീവ സാന്നിധ്യമുള്ള, വിളിച്ചാൽ വിളി കേൾക്കുന്ന, വിളിച്ചു വിളി കേട്ട കാഞ്ഞൂർ പുണ്യവാളന്റെ അനുഗ്രഹം ഇവിടെ കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, അതുപോലെ ഈ പുണ്യവാളന്റെ തിരുനാളിന് തീർത്ഥാടകരായി കടന്നു വരാൻ പോകുന്ന ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളും വ്യക്തികളുമുണ്ട്. ഇവർക്കൊക്കെ ഉണ്ടായിരിക്കട്ടെ. അതുപോലെ ഇന്നേ ദിവസത്തെ തിരുനാൾ ഏറ്റെടുത്ത് നടത്തുന്ന, ഈ നൊവേന ഏറ്റെടുത്ത് നടത്തുന്ന ദുബായ് ഫ്രണ്ട്സ്, അവരുടെ എല്ലാ കുടുംബാംഗങ്ങൾക്കും, അവർക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമുക്കറിയാം, പരിശുദ്ധ കത്തോലിക്ക സഭ വിശുദ്ധരുടെ പൂന്തോട്ടമാണെന്നാണ് അറിയപ്പെടുക. ഒത്തിരിയേറെ വിശുദ്ധന്മാരെയും വിശുദ്ധകളെയും വ്യക്തികൾക്കും ലോകത്തിനും സഭയ്ക്കും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ പങ്കുവെച്ചു കൊടുത്ത പരിശുദ്ധ കത്തോലിക്ക സഭ എന്നും വാഴ്ത്തപ്പെട്ടതാണ്. ദൈവസ്നേഹമാകുന്ന തീച്ചൂളയിലേക്ക് സ്വയം എറിയപ്പെടുന്നവരാണ് വിശുദ്ധാത്മാക്കൾ. ഇനിയും ഈ വിശുദ്ധാത്മാക്കള് ഇവർ ദൈവത്തെ സ്നേഹിച്ചു, ജനങ്ങളെ സ്നേഹിച്ചു, സമൂഹത്തെ സ്നേഹിച്ചു, ലോകത്തെയൊക്കെ സ്നേഹിച്ചവരാണ്. ദൈവസ്നേഹത്തെ പ്രതി സ്വന്തം ജീവിതം രക്തസാക്ഷിത്വം വഹിച്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ നാം ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ ഈ പുണ്യവാളന്റെ മാധ്യസ്ഥ ശക്തി നമുക്കൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. നമുക്കൊക്കെ പ്രത്യേകം യാചിക്കാം, മാധ്യസ്ഥം യാചിക്കാം, പുണ്യവാളന്റെ മാധ്യസ്ഥം. ഈ പുണ്യവാളൻ റോമൻ ചക്രവർത്തി ഈ പുണ്യവാളനോട്, സെബസ്ത്യാനോസ് എന്ന പടയാളിയോട് ജൂപ്പിറ്റർ ദേവനെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ ആരാധിച്ചില്ലെങ്കിൽ ദഹിപ്പിച്ചു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ, ക്രിസ്തുവിനെ പ്രതി എനിക്ക് തീക്കട്ടയിൽ നടക്കുന്നത്
തീയിലൂടെ നടക്കുന്നത് എനിക്ക് റോസാപ്പൂ മെറ്റയിലൂടെ നടക്കുന്നത് പോലെയാണെന്ന് ധൈര്യനായ ധീരനായ ഈ പടയാളി പറഞ്ഞത് നമ്മുടെയൊക്കെ ഓർമ്മയിൽ സൂക്ഷിക്കണം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എനിക്ക് മാറ്റി നിൽക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ നിനക്ക് പറിച്ചു വെക്കാൻ സാധിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുമ്പിൽ സാക്ഷിയായി ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയായ ധീരനായ പടയാളിയാണ് സെബാസ്റ്റ്യൻ എന്ന വിശുദ്ധ സെബസ്ത്യാനോസ്. ഈ പുണ്യവാളിന്റെ തിരുനാൾ നാം ആഘോഷിക്കുമ്പോൾ ഓർക്കുക, ഒത്തിരിയേറെ വ്യക്തി ജീവിതത്തില് അനുഗ്രഹങ്ങൾ സമ്പാദിച്ചിട്ടുള്ള നാം എല്ലാവരും ശക്തനായ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ തിരിച്ചറിഞ്ഞ അനുഭവിച്ചറിഞ്ഞ കാണലിൽ നിന്നും അനുഭവത്തിലേക്കും തൊട്ടറിവിൽ നിന്നും അനുഭവത്തിലേക്കും കടന്നു വന്ന വ്യക്തിയാണ് സെബാസ്റ്റ്യൻ, വിശുദ്ധ സെബസ്ത്യാനോസ്. ഇനിയും ഈ സെബസ്ത്യാനോസിന് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നാം കടക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരിയേറെ പറയാനുണ്ട്. ഒരുപിടി കഥകൾ നിങ്ങൾക്ക് പറയാനുണ്ട്. അനുഗ്രഹത്തിന്റെ കഥകളായിരിക്കാം, ഒരുപക്ഷെ അനുഭവങ്ങളായിരിക്കാം, സാക്ഷ്യങ്ങളായിരിക്കാം. ഈ പുണ്യവാളനെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ, എന്റെ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങൾ, പുണ്യവാളന്റെ മാധ്യസ്ഥ ശക്തിയാല് ഞാൻ അനുഭവിച്ച അത്ഭുതകരമായ ഇടപെടലുകൾ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ നാം സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനിയും ഓരോ തിരുനാൾ കഴിയുമ്പോഴും എനിക്കറിയാം, കാഞ്ഞൂർ നിവാസികളായ നിങ്ങളെല്ലാവരും, കാഞ്ഞൂരിലെ മക്കള് നിങ്ങളെല്ലാവരും വരും വർഷത്തെ തിരുനാളിന് കാത്തിരിക്കുകയാണ്. ഇനി ഈ 2015 തിരുനാൾ കഴിഞ്ഞ ഉടനെ നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് 2016 പുണ്യവാളന്റെ തിരുനാളാണ്. ഇനി ഇവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക, ഇവിടെ ഭക്തിയുടെ ഒരു ശക്തിയുണ്ട്. ഈ ശക്തിയാണ് നിങ്ങളുടെ കുടുംബങ്ങളെ പിടിച്ചു നിർത്തുന്നത്. ഇവിടെയൊക്കെ നിങ്ങളുടെയൊക്കെ മനസ്സിലേക്ക് ഇതിലെ കടന്നു പോകുമ്പോൾ, കാഞ്ഞൂർ പുണ്യവാളിന്റെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിലും നിങ്ങളുടെയൊക്കെ നാവിലും നിങ്ങളുടെയൊക്കെ കാതിലും കണ്ണിലുമൊക്കെ ആദ്യമേ വരുന്ന വാക്ക് എന്റെ പുണ്യവാള എന്നുള്ള വിളി. ഇതാണ് പുണ്യവാളനോടുള്ള മാധ്യസ്ഥത്തിന്റെ ശക്തി. ഇന്ന് നമുക്കറിയാം, എല്ലാവരും തിരുനാൾ ആഘോഷങ്ങളാണ്. തിരുനാൾ എങ്ങനെ ഗംഭീരമാക്കണം, അതിഗംഭീരമാക്കണം എന്നുള്ള മത്സരത്തിലാണ്. ഇനി ഇവിടെ തിരുനാളിൽ വിശുദ്ധന്റെ സാന്നിധ്യം, വിശുദ്ധന്റെ സാമീപ്യം അല്ലെങ്കിൽ വിശുദ്ധന്റെ മാധ്യസ്ഥം, ഇതൊക്കെ ഒരുപക്ഷെ അഹങ്കാരത്തിന്റെയും അല്ലെങ്കിൽ ഒത്തിരിയേറെ ആഘോഷത്തിന്റെയൊക്കെ സമയങ്ങളായി മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇവിടെ ഈ ആഘോഷങ്ങൾ മാറിപ്പോകാതിരിക്കണമെങ്കിൽ നമ്മളൊക്കെ മനസ്സിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യം, തിരുനാള് എന്നാൽ വിശുദ്ധമായ നാള് എന്നാണ് അർത്ഥം. തിരുനാൾ വിശുദ്ധമായ നാൾ. ഇനി ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് എന്നും തിരുനാളാണ്. തിരുനാൾ ഒരിക്കലും തീരുന്നില്ല, എല്ലാ ദിവസവും തിരുനാളാണ്. ഇപ്പൊ ക്രൈസ്തവനായ എന്റെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ എന്നും തിരുനാളായിരിക്കണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കണം. ഒന്ന്, എന്നും തിരുനാൾ തീരാതിരിക്കണമെങ്കിൽ എന്റെ വ്യക്തി ജീവിതത്തിൽ ആദ്യമേ എന്റെ മാധ്യസ്ഥം ഞാൻ തേടണം. കാഞ്ഞൂരിൽ വാഴുന്ന വിശുദ്ധ സെബസ്ത്യാനോസിന്റെ, കാഞ്ഞൂർ പുണ്യവാളന്റെ മാധ്യസ്ഥം ഞാൻ തേടണം. രണ്ടാമതായിട്ട്, കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്റെ മാതൃക എന്റെ വ്യക്തി ജീവിതത്തിൽ ഞാൻ അനുകരിക്കണം. ഒത്തിരിയേറെ ത്യാഗങ്ങൾ സഹിക്കാനുണ്ട്. മാതൃക അനുഗ്രഹിക്കണമെങ്കിൽ, മാതൃക പിൻചൊല്ലണമെങ്കിൽ എന്റെ വ്യക്തി ജീവിതത്തെ ഞാനൊന്ന് പരുവപ്പെടുത്തണം. പ്രകൃതി സ്നേഹിയായ ഒരു മനുഷ്യൻ രാവിലെ നടക്കാൻ പോവുകയാണ്. അദ്ദേഹം നടക്കാൻ പോയപ്പോൾ അദ്ദേഹം കണ്ടു ഒരു പിടക്കോഴി കുറെ കോഴിക്കുഞ്ഞുങ്ങളുമായിട്ട്, അതിന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ചിക്കിച്ചതങ്ങി നടക്കുകയാണ്. അദ്ദേഹം ഈ കോഴിക്കുഞ്ഞുങ്ങളെ സൂക്ഷിച്ചു നോക്കി. പ്രകൃതി സ്നേഹിയായിരുന്നതുകൊണ്ട് അദ്ദേഹം പെട്ടെന്നൊരു കാര്യം മനസ്സിലാക്കി. ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുഞ്ഞിന് ഒരു വ്യത്യസ്തതയുണ്ട്. അതിന്റെ നിറം, അതിന്റെ ചുണ്ടിന്റെ കളറ്, അതിന്റെ വ്യത്യസ്തത എല്ലാം ഒരു വിഭിന്നമാണ് എന്ന് അദ്ദേഹം പെട്ടെന്ന് മനസ്സിലാക്കുകയാണ്. അദ്ദേഹം പോയി ആ കുഞ്ഞിനെ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി ഇതൊരു കഴുകന്റെ കുഞ്ഞാണെന്ന് മനസ്സിലാക്കുകയാണ്. ഈ മനുഷ്യൻ ഈ കഴുകന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് പൊക്കിപ്പിടിച്ച് പറയുകയാണ്, നീ പക്ഷികളുടെ രാജാവാണ്, നീ വാനോളം ഉയരേണ്ടതാണ്. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഈ കഴുകന്റെ കുഞ്ഞിനെ പറത്തിവിടാൻ പൊക്കിവിടുകയാണ്. പൊങ്ങി പറക്കാൻ ഒരുങ്ങുന്ന ഈ കഴുകന്റെ കുഞ്ഞ് നിലത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത്
ഈ പിടക്കോഴി തള്ളയും അതിന്റെ കുഞ്ഞുങ്ങളെയും കാണുമ്പോൾ വീണ്ടും നിലത്തേക്ക് വരികയാണ്. ഈ പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ വീണ്ടും ഈ കഴുകന്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി തന്റെ ടെറസിന്റെ മുകളിൽ പോവുകയാണ്. അവിടുന്ന് ഇദ്ദേഹം ഇതുപോലെ കയ്യിൽ ഉയർത്തിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ പക്ഷികളുടെ രാജാവാണ്, നീ വാനോളം ഉയരേണ്ടവനാണ്. ഇത് പറഞ്ഞിട്ട് വീണ്ടും അദ്ദേഹം അതിനെ പറത്തി വിടുകയാണ്. ഈ കഴുകൻ കുഞ്ഞ് പറക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും കാണുന്നത് ഈ കോഴിത്തള്ളയും അതിന്റെ കുഞ്ഞുങ്ങളെയുമാണ്. വീണ്ടും ഈ കഴുകൻ കുഞ്ഞ് താഴെ വരികയാണ്. നിരാശനായ ഈ പ്രകൃതി സ്നേഹിയായ മനുഷ്യൻ അദ്ദേഹം ഈ കഴുകന്റെ കുഞ്ഞിനെയുമായി ഒരു മലയുടെ മുകളിലേക്ക് പോവുകയാണ്. മല മുകളിൽ ചെന്നിട്ട് ഈ കഴുകന്റെ കുഞ്ഞിനെ കയ്യിലെടുത്തിട്ട് വീണ്ടും പറയുകയാണ്, നീ പക്ഷികളുടെ രാജാവാ, നീ ഒത്തിരി ഉയരങ്ങളിൽ പറക്കേണ്ടതാ. ഇത് പറഞ്ഞിട്ട് അദ്ദേഹം ഇതിനെ ആകാശത്തിലേക്ക് പറപ്പിക്കുകയാണ്. കഴുകന്റെ കുഞ്ഞ് താഴേക്ക് നോക്കിയപ്പോൾ ഒന്നും കാണാനില്ല. മുമ്പേ കണ്ടിരുന്ന പിടക്കോഴിയെ കാണാനില്ല, അതിന്റെ കുഞ്ഞുങ്ങളെയും കാണാനില്ല. ഈ കഴുകന്റെ കുഞ്ഞ് പറന്ന് പറന്ന് ഉയരങ്ങളിലേക്ക് പോവുകയാണ്. ഇനിയും ഈ കഥയിലൂടെ നമ്മെ സൂചിപ്പിക്കുക, നമ്മെ ഓർമ്മപ്പെടുത്തുക, നീ സ്വർഗത്തിന്റെ പുത്രനാ, നീ സ്വർഗത്തിന്റെ പുത്രിയാ, നീ വാനോളം ഉയരേണ്ട വ്യക്തിയാ. നീ അനുകരിക്കേണ്ടത് ക്രിസ്തുവിന്റെ വിശ്വാസവും ക്രിസ്തു പകർന്ന സ്നേഹവുമാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് ഇതുപോലെ വാനോളം ഉയർന്ന, സ്വർഗത്തോളം ഉയർന്ന വ്യക്തിയാണ്. ഈ നമ്മൾക്ക് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഓർക്കുക, നമ്മോടൊക്കെ പറയാനുള്ളത്, പുണ്യവാണെന്ന് പറയാനുള്ള കാര്യം ഇതാണ്. നീ ഈ ഭൂമിയിലൂടെ ചിക്കിച്ചകഞ്ഞ് ഈ പിടക്കോഴിയെ കുഞ്ഞുങ്ങളെ പോലെ ചിക്കിച്ചകഞ്ഞ് താഴേക്ക് നോക്കി നടക്കേണ്ട വ്യക്തിത്വങ്ങളല്ല. വിശ്വാസത്തിൽ അടിയുറച്ച് ക്രിസ്തുവിനെ നേരിൽ കണ്ടുകൊണ്ട് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ ലക്ഷ്യമാക്കി നടക്കേണ്ടവളാണെന്ന് നമ്മയൊക്കെ ഓർമ്മിപ്പിക്കുമ്പോൾ ഓർക്കുക, മരണത്തിന്റെ മുമ്പിൽ പോലും ധൈര്യത്തോടെ വിരിമാറ് കാണിച്ചു കൊടുത്ത ഈ വിശുദ്ധന്റെ തിരുനാൾ നമുക്കൊക്കെ വിശ്വാസത്തിന് സാക്ഷിയാണ്. വിശ്വാസത്തിന്റെ സാക്ഷ്യനാമൊക്കെ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടത് വിശുദ്ധ സെബസ്ത്യാനോസിനെ. വിശുദ്ധ സെബസ്ത്യാനോസ് ഈ ധീരതയുടെ ശാസ്ത്രം പഠിച്ചത്, ഈ ധൈര്യത്തിന്റെ ശാസ്ത്രം പഠിച്ചത് തന്റെ വിശ്വാസത്തിൽ നിന്നോ, തന്നെ സ്നേഹിച്ചവനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുഴുവനും ക്രിസ്തുവിനായി മാറ്റിവെച്ച വിശുദ്ധന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈ ചൈതന്യവും ഈ കൃപയും ഒക്കെ നമുക്കും ഉണ്ടാകണം. അതല്ലാതെ വെറുതെ ഞാൻ കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്, വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ കാര്യമില്ല. എനിക്ക് വിശ്വാസമുണ്ടോ, ഈ പുണ്യവാളുടെ മാധ്യസ്ഥ ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കുക ഉചിതമാണ്. ഇനി ഇവിടേക്കൊന്ന് മനസ്സിലാക്കണം, നാം ഈ കഴിഞ്ഞ ഇടയ്ക്കൊക്കെ ഒത്തിരിയേറെ നമ്മൾ കേട്ടു, ഇറാഖിലും സിറിയയിലുമൊക്കെ വിശ്വാസത്തിന് വേണ്ടി നിലകൊണ്ട് കഴുത്തൊക്കെ നഷ്ടപ്പെട്ടു പോയ, ജീവിതങ്ങൾ പൊലിഞ്ഞു പോയ ഒത്തിരിയേറെ വ്യക്തിത്വങ്ങളെ. ഇനി ഇവരുടെയൊക്കെ സാക്ഷ്യങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ നാമൊക്കെ മനസ്സിലാക്കുക, ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി ജീവിച്ച വ്യക്തിത്വങ്ങളാണ്. വിശ്വാസത്തിനെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. ഇവരൊക്കെ അവസാനവും പറഞ്ഞത് ജീസസ് ലവ്സ് മീ. പീഡനങ്ങൾ ഉണ്ടാകുമ്പോൾ, വിശ്വാസത്തിന് വേണ്ടി തകർച്ചകളും അല്ലെങ്കിൽ ഒടിവുകളും വളവുകളൊക്കെ ഉണ്ടാകുമ്പോൾ എനിക്കും പറയാൻ പറ്റുമോ ജീസസ് ലവ്സ് മീ? ഈ ചോദ്യമാണ് നമ്മൾക്ക് ചോദിക്കേണ്ടത്. സെബസ്ത്യാനോസ് നമ്മെ പഠിപ്പിക്കുന്നത് ഇതാണ്. ഒന്നിനും തകർക്കാനാവാത്ത, ഒന്നിനും തളർത്താനാവാത്ത വിശ്വാസത്തിന്റെ ഉടമയാണ് വിശുദ്ധ സെബസ്ത്യാനോസ്. ഈ പുണ്യവാളിന്റെ മക്കളെന്ന് അഭിമാനിക്കുന്ന നമുക്ക് ഒരു ചെറിയ വിശ്വാസത്തിന്റെ തരി എന്റെ ഉള്ളിൽ കത്തിജ്വലിക്കാറുണ്ടോ? അതോ വിശ്വാസത്തിന് വേണ്ടി പലപ്പോഴും ഞാൻ പലതും മാറ്റിവെക്കാറുണ്ടോ എന്നുള്ള ചോദ്യമൊക്കെ ഇവിടെ നമ്മൾ ചോദിക്കുക ഉചിതമാണ്. വിശ്വസിക്കാത്തവരെ, വിശ്വാസം നഷ്ടപ്പെടുത്തിയവർക്കുമൊക്കെ നഷ്ടപ്പെടുക വിലപിടിപ്പുള്ള വൈഡൂര്യമാണ്. അപ്പൊ വിശ്വാസം എന്നത് ഒരു കൃപയാണ്, വലിയൊരു ദാനമാണ്. അതിനെ ഞാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇനി കുടുംബജീവിതത്തിൽ നാം കടന്നു വരുമ്പോൾ ഈ വിശ്വാസം എന്റെ കുടുംബത്തിലുണ്ടോ? എന്റെ വ്യക്തി ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഇന്ന് നമ്മയൊക്കെ സംബന്ധിച്ച് കുടുംബത്തിൽ പലപ്പോഴും സ്വാർത്ഥമോഹങ്ങളും നട്ടോട്ടമാണ്. പണത്തിന് വേണ്ടി, സ്വന്തം സുഖത്തിന് വേണ്ടി നട്ടോട്ടം ഓടുമ്പോൾ, സന്തോഷത്തിന് വേണ്ടി ഞാൻ എന്റെ സുഖങ്ങൾക്ക് വേണ്ടി ഞാൻ നട്ടോട്ടം ഓടുമ്പോൾ നഷ്ടപ്പെടുന്നത് എന്റെ വിശ്വാസത്തെയാണ്. ഇനി സുരക്ഷിതത്തെ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംരക്ഷണത്തിന് തയ്യാറാണോ?
ദൈവത്തിന്റെ സംരക്ഷണം ഞാൻ അനുഭവിക്കാറുണ്ടോ? നിങ്ങളോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്. എന്റെ ഒരു ചോദ്യം ഇത്ര മാത്രമേ ഉള്ളൂ. ഈ നൊവേനയ്ക്ക് ഞാൻ കാണുന്നുണ്ട് ഇത്രയേറെ വ്യക്തിത്വങ്ങളെ, ഇത്രയേറെ ജനങ്ങളെ കാണുകയാണ്. ഇവിടെ വന്നിരുന്ന് ഈ പുണ്യവാളുടെ മാധ്യസം യാചിക്കണമെങ്കിൽ, ഈ നൊവേനയിൽ പങ്കെടുക്കണമെങ്കിൽ തീർച്ചയായും നിങ്ങളുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ പുണ്യവാളന്റെ അനുഗ്രഹം, മാധ്യസം നിങ്ങൾക്ക് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ലഭിച്ചിട്ടുണ്ടാകും. എന്നൊക്കെ നീ കരഞ്ഞു പ്രാർത്ഥിച്ചിട്ടുണ്ടോ അന്നൊക്കെ നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട്. എന്നൊക്കെ നീ കരഞ്ഞ് ആത്മാർത്ഥമായി മുട്ടുകുത്തി തിരിതെളിച്ച് നീ ഈ പുണ്യവാളന്റെ മാധ്യസത്താൽ നീ യാചിച്ചിട്ടുണ്ടോ അന്നൊക്കെ നിന്റെ കാര്യം നടന്നിട്ടുണ്ട്. അതില്ല എന്ന് ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇതാണ് വിളിച്ചാൽ വിളി കേൾക്കുന്ന, വിളിച്ച് വിളി കേട്ട പുണ്യവാളന്റെ മാധ്യസ ശക്തി. ഈ ശക്തി ഞാൻ അനുഭവിക്കുന്നുണ്ടോ? ഈ ഒരു ശക്തി എനിക്ക് ബോധ്യമുണ്ടോ? ഈ ഒരു ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ടോ? ദൈവത്തിന്റെ വചനങ്ങളെ അപ്പാടെ വിശ്വസിച്ച് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്നും എന്നെ പറിച്ചു മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഈ പുണ്യവാളന്റെ ശക്തിയിൽ നാമൊക്കെ വിശ്വസിക്കാറുണ്ടോ? ഇനി ഈ പുണ്യവാളന്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സഹനങ്ങളുടെ മധ്യസ്ഥനാണ്. വിശുദ്ധ സെബസ്ത്യാനോസ് എന്ന് പറയുമ്പോൾ സഹനങ്ങളിലൂടെ കടന്നു പോവുക, സഹനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കൊക്കെ ഒരു ശക്തിയാണ് ഈ പുണ്യവാളൻ. മാറാരോഗികൾക്ക് വേണ്ടി, തീരാ വ്യാധികൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, ഇനിയും വേദന അനുഭവിക്കുന്നവർക്ക് വേണ്ടിയൊക്കെ ഈ പുണ്യവാളന്റെ മാധ്യസ ശക്തി ഇതൊരു കൃപയാണ്, ഇതൊരു ദാനമാണ്. സഹനങ്ങളെ സഹിക്കാനും സഹനങ്ങളെ സന്തോഷപൂർവ്വം അതിനെ ജീവിതത്തിൽ ചാലിച്ചു ചേർക്കാനുള്ള കൃപ വിശുദ്ധ പുണ്യവാളൻ, വിശുദ്ധ സെബസ്ത്യാനോസ് വഴിയാ നാമൊക്കെ നേടുക. സഹനങ്ങളെ ഇന്ന് ആർക്കും വേണ്ട. ഇന്ന് നിങ്ങളിവിടെ ഇരിക്കുമ്പോഴും നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന എന്താ? എനിക്ക് വേദന വേണ്ട, എന്റെ പുണ്യവാള, എനിക്ക് സഹനങ്ങൾ വേണ്ട, എന്റെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ടൊന്ന് നടന്നാൽ മതി. ഇതാണ് ക്രൈസ്തവൻ. ക്രൈസ്തവൻ പലപ്പോഴും ഇന്ന് സഹനങ്ങളെ മാറ്റി നിർത്തുകയാണ്, വേദനകളെ മാറ്റി നിർത്തുകയാണ്. എനിക്ക് വേദനയെ വേണ്ട, ഇതൊന്ന് ഒഴിവാക്കി തന്നാൽ മാത്രം മതി. ഇവിടെ ഇരിക്കുമ്പോൾ ഓർക്കുക, എന്താ ഞാൻ പ്രാർത്ഥിക്കുന്നത്? സഹനങ്ങളെ സന്തോഷത്തോടെ സ്വീകരിക്കാൻ ഈ പുണ്യവാളന്റെ ശക്തി എനിക്കുണ്ടാകണമേ എന്നാണ് നാമൊക്കെ പ്രാർത്ഥിക്കേണ്ടത്. കുഷ്ഠം നമുക്കറിയാം. കുഷ്ഠം വന്നാൽ അത് ശരീരത്തിന്റെ കലകളെ നിർജീവമാക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് ശരീരത്തിന്റെ കലകളെ നിർജീവമാക്കുമ്പോൾ, കുഷ്ഠം വന്നവൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ ഡോക്ടർ സൂചി കൊണ്ട് അവന്റെ മാംസത്തിൽ കുത്തി നോക്കും. അവന്റെ മാംസത്തിൽ കുത്തുമ്പോൾ അവന് വേദനിക്കുന്നെങ്കിൽ ഡോക്ടറിന് സന്തോഷമാണ്. കാരണം അവന്റെ ശരീരത്തിന്റെ ജീവനുള്ള കലകൾ നശിച്ചിട്ടില്ല. ഇനി ഡോക്ടർ അവന്റെ മാംസത്തിൽ സൂചി കൊണ്ട് കുത്തുമ്പോൾ വേദനിക്കുന്നില്ലെങ്കിൽ രോഗിക്ക് സന്തോഷമാണ്. പക്ഷെ അവൻ അറിയുന്നില്ല അവന് കുഷ്ഠമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ പലരും ഈ രണ്ട് കാറ്റഗറി പെടുന്നവരാ. ഒന്ന്, വേദന സന്തോഷത്തോടെ സ്വീകരിക്കാൻ തയ്യാറുള്ളവരാ. രണ്ട്, വേദന വന്നാൽ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാത്തവരാ. കുടുംബത്തിൽ വേദന ഉണ്ടാകും, തളർച്ചയുണ്ടാകും. വ്യക്തി ജീവിതത്തിൽ വേദനയില്ലാത്ത ഒരു വ്യക്തിത്വമില്ല. പക്ഷെ അതിനെ സന്തോഷത്തോടെ സ്വീകരിക്കാനുള്ള കൃപ നൽകുന്നത് കാഞ്ഞൂരിൽ വാഴുന്ന ഈ പുണ്യവാൻ സജീവനായ ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവിനെ അനുഭവിച്ചവന് നിന്റെ വേദനകളെ, നിന്റെ ത്യാഗങ്ങളെ, നിന്റെ സഹനങ്ങളെ, നിന്റെ അനുദിന കഷ്ടപ്പാടിനെയൊക്കെ മനസ്സിലാക്കി നിനക്ക് വേണ്ടി മാധ്യസം വഹിക്കാനുള്ള ശക്തി ഈ കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാനുണ്ടെന്നുള്ള ബോധ്യവും വിശ്വാസവുമാണ് നമുക്കൊക്കെ ഉണ്ടാകേണ്ടത്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഞാൻ നിങ്ങളെ അവസാന ഭാഗത്തേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. നിങ്ങളെ ഞാൻ തിരിച്ചു കൊണ്ടുപോകുന്നത് സുവിശേഷത്തിന്റെ അന്ധന്റെ വ്യക്തി ജീവിതത്തിലേക്ക്. സുവിശേഷത്തിൽ ഞാൻ വായിച്ചു കേട്ടു അന്ധനായ ഒരു മനുഷ്യനെ. എനിക്ക് ഈ മനുഷ്യനെ ഒത്തിരി ഇഷ്ടമാണ്. ഈ അന്ധനായ മനുഷ്യന്റെ വ്യക്തി ജീവിതത്തില് അവൻ നമ്മോട് പറയുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മോട് ഓരോരുത്തരും ഈ അന്ധം പറയുന്നത്, നിനക്ക് ക്രിസ്തുവിന്റെ കരസ്പർശനം ജീവസ്പർശനമായി വേണമെങ്കിൽ, നിന്റെ വ്യക്തി ജീവിതത്തിൽ ക്രിസ്തുവിന്റെ സ്പർശനം ജീവിതമായി മാറണമെങ്കിൽ നീ ഒരു 4 കാര്യങ്ങൾ ചെയ്യണം. ക്രിസ്തുവിന് വേണമെങ്കിൽ അന്ധനായ വ്യക്തിയോട് നിനക്ക് കാഴ്ച ലഭിക്കട്ടെ എന്ന് പറയാമായിരുന്നു, കാഴ്ച ലഭിക്കുമായിരുന്നു. പക്ഷെ അവനോട് പറഞ്ഞത്, നീ പോയി സീലോഹായി പോയി കഴുകുക എന്ന. ഇവിടെയാണ് നാമൊക്കെ മനസ്സിലാക്കേണ്ടത്. ക്രിസ്തുവിന്റെ വ്യക്തി ജീവിതത്തിൽ എന്റെ വ്യക്തിത്വം ഞാൻ ചാലിച്ചു ചേർക്കുമ്പോൾ ക്രിസ്തു എന്നെ പഠിപ്പിക്കുന്നത് എന്താണ്? പുണ്യവാളന്റെ മാധ്യസ്ഥ ശക്തിയാൽ എന്താണ് എന്നെ പഠിപ്പിക്കുക?
അന്ധനായവൻ എന്നെ എന്താണ് പഠിപ്പിക്കുക? ഈ അന്ധനായ വ്യക്തി നമ്മെ ഇന്ന് പഠിപ്പിക്കുന്ന 4 കാര്യങ്ങൾ. നിന്റെ വ്യക്തി ജീവിതത്തിൽ പുണ്യവാന്റെ മാധ്യസ്ഥ ശക്തി നിനക്ക് ലഭിക്കണമെങ്കിൽ 4 കാര്യങ്ങൾ നീ നിന്റെ വ്യക്തി ജീവിതത്തിൽ സ്വീകരിക്കണം. 1, നിനക്ക് തീവ്രമായ ആഗ്രഹമുണ്ടായിരിക്കണം. സുഖം പ്രാപിക്കാനുള്ള തീവ്രമായ ആഗ്രഹമാണ് അന്ധനുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കും ഉണ്ടായിരിക്കേണ്ടത്, ഈ പുണ്യവാളന്റെ തിരുനടയിൽ നിന്ന് ഞാൻ മടങ്ങിപ്പോകുമ്പോൾ വെറും കൈയോടെ തിരിച്ചു പോകില്ല. എനിക്ക് സൗഖ്യം വേണം, എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കണം. തീർച്ചയായിട്ടും നിനക്ക് തീവ്രമായ ആഗ്രഹമുണ്ടെങ്കിൽ നിന്റെ വിളി ഒരു വിളിപ്പാടകല മാത്രമായിരിക്കും. 2, അന്ധൻ പറയുന്നത്, നിനക്ക് ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം. നീ എന്റെ വ്യക്തി ജീവിതത്തിൽ കണ്ടുപിടിക്കും. നിനക്ക് ആഴമായ വിശ്വാസമുണ്ടെങ്കിൽ, പുണ്യവാനിൽ നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ, ദൈവത്തിലും ദൈവത്തിന്റെ വചനത്തിലും നിനക്ക് വിശ്വാസമുണ്ടെങ്കിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ അത്ഭുതം നടക്കും. നിനക്ക് ആഴമായ വിശ്വാസം ഉണ്ടായിരിക്കണം. 3ാമതായിട്ട് അന്ധൻ പറയുന്നത്, നിനക്ക് അനുഗ്രഹം വേണം, നിനക്ക് നന്മ വേണോ? 3ാമതായിട്ട് നിന്റെ വ്യക്തി ജീവിതത്തിൽ വേണ്ടത് അനുസരണം എന്ന പുണ്യമാണ്. നീ സീലോഹായി പോയി കഴുകുക എന്ന് പറഞ്ഞപ്പോൾ അന്ധൻ അപ്പാടെ അനുസരിക്കുകയാണ് ചെയ്തത്. ക്രിസ്തുവിന്റെ വചനങ്ങളെ സ്വന്തം ജീവിതത്തിൽ അനുസരിച്ചവൻ. അനുസരണമാണ് 3ാമത്തേത്. 4ാമതായിട്ട് അന്ധൻ പറയുക, ഈ 3 കാര്യങ്ങൾ ചെയ്താൽ തീർച്ചയായും നിന്റെ വ്യക്തി ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും, അനുഭവമായി മാറും. ഇപ്പൊ നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം, നമുക്ക് തീവ്രമായി ആഗ്രഹിക്കാം, ആഴമായി വിശ്വസിക്കാം, അനുസരിക്കാം, അനുഭവത്തിലേക്ക് കടന്നു വരാം. ഈ 4 കാര്യങ്ങളിൽ നമ്മുടെ വ്യക്തി ജീവിതം വീണ്ടും മെച്ചപ്പെടുകയും പുണ്യവാന്റെ മാധ്യസ്ഥം നമുക്ക് ലഭിക്കുകയും നമ്മെ പൂർണ്ണമായും നമുക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യാം. വിശ്വാസത്തിനു വേണ്ടി വീരചരണം പ്രാപിച്ച വിശുദ്ധ സെബസ്ത്യാനോസ്, കാഞ്ഞൂരിൽ വാഴുന്ന പുണ്യവാളന്റെ ഈ അനുഗ്രഹം ആഴമായ വിശ്വാസത്തിനും തീവ്രമായ ആഗ്രഹത്തിനും തീവ്രമായ അനുസരണത്തിനുമുള്ള കൃപ സർവേശ്വരൻ നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ കടന്നു വന്നിരിക്കുന്നവർക്കും വരാൻ പോകുന്നവർക്കും എല്ലാം പുണ്യവാളിന്റെ മാധ്യസ്ഥവും പുണ്യവാളിന്റെ ശക്തിയും അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളായി മാറട്ടെ ഈ വരുന്ന 3-4 ദിവസങ്ങൾ, ഈ തിരുനാൾ ദിവസങ്ങളെല്ലാം. അതുപോലെ തന്നെ ഈ ദിവസത്തെ നൊവേന ഏറ്റെടുത്ത് നടത്തുന്ന ഈ ദുബായ് ഫ്രണ്ട്സ് അവരുടെ ഓരോ പ്രവർത്തനങ്ങളെയും അവരുടെ ഓരോ ചലനങ്ങളെയും ഈ പുണ്യവാളന്റെ അദൃശ്യമായ കരങ്ങളാൽ അദൃശ്യമായ ശക്തിയാൽ മെച്ചപ്പെടുത്തട്ടെ. അവരെയും നിങ്ങളെയെല്ലാം പുണ്യവാളന്റെ അദൃശ്യ ശക്തിയാൽ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശ്വാസത്തിൽ നമുക്ക് ഉറച്ചു നിൽക്കാം. സകലങ്ങളെ സന്തോഷം നമുക്ക് സ്വീകരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Sarvadana
നാഥനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ലോകത്തിൻ പാവങ്ങൾ നീക്കും ദൈവത്തിനെ ക്ഷമിക്കാതെ പാപം പൊറുക്കണമേ നാഥാ, പാപം പൊറുക്കണമേ. ലോകത്തിൻ പാവങ്ങൾ നീക്കും ദൈവത്തിനെ ക്ഷമിക്കാതെ ലോകത്തിൻ പാവങ്ങൾ നീക്കും ദൈവത്തിനെ ക്ഷമിക്കാതെ ഞങ്ങളിൽ കനിയണമേ നാഥാ, ഞങ്ങളിൽ കനിയണമേ. ആത്മീയവും ശാരീരികമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യാമൃതത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകളെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. നീതിമാനായ മാരോസ്യത്തിന്റെയും സകല വിശുദ്ധരുടെയും സുഹൃത്തുക്കളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. തിരുസഭയുടെ മേലക്ഷമാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരണേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃത്തുക്കളെ തേഷ്ടവരുമാക്കി പെരുകുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരസ്സപ്പെടാത്തവനായ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവായ ജോർജ് മെത്രാപ്പോലിത്തായ്ക്ക് വേണ്ടിയും സെബാസ്റ്റ്യൻ മെത്രാന് വേണ്ടിയും ജോസ് മെത്രാന് വേണ്ടിയും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണബോധനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ സുഹൃത്തുക്കളെ കുറിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ തിരുനാൾ നടത്തുന്നവരെയും ഇവരുടെ കുടുംബാംഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആമേൻ. ലോകത്തിൻ വഴികളിൽ തുടരാതെ പാപത്തിൻ വാതിലുകൾ പുണരാതെ ദൈവത്തിൻ കനിമലർക്കോവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ, മാമലമേലുയരുന്നവരും നീ മോഹനമാം നിർമ്മല ദൈവം നീ, മാമലമേലുയരുന്നവരും നീ മോഹനമാം നിർമ്മല ദൈവം നീ, കരയിന്മേ മത്തിനു മാതൃക നീ, വിനയമുടേ വന്ദനമരുളുമ്പോ ലോകത്തിൻ വഴികളിൽ ഉണരാതെ പാപത്തിൻ പാതകൾ ഉണരാതെ ദൈവത്തിൻ പനിമല ഭൂവനിൽ പനിമലരാ
നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ എല്ലാവരും കൂടി മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. സമർപ്പിക്കേണ്ടവരെ, പ്രാർത്ഥന സഹായം യാചിച്ചവരെ, എൻ്റെ പ്രത്യേക നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഞാൻ ലോകാവസാനം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്നും ഞങ്ങളുടെ മാതൃകൾ സഭയ്ക്കെതിരായി പ്രബലപ്പെടുകയില്ല എന്നും കൽപ്പിച്ചരുളിക്കൊണ്ട് പരിശുദ്ധാത്മാവ് വഴി സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന ദയാപൂർവ്വം ശ്രവിക്കണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. അങ്ങേദാസനായ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ മാധ്യസ്ഥം വഴി വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കുന്നതിനും മരിക്കുന്നതിനും ആവശ്യമായ ശക്തിയും ധൈര്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും സകലവിധ പകർച്ചവ്യാധികളിൽ നിന്ന് കാത്തു സംരക്ഷിച്ചു കൊള്ളണമേ. സകലവിധ ക്ഷുദ്രജീവികളിൽ നിന്നും വൈശാചിക ശക്തികളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരെയും രക്ഷിച്ചു പരിപാലിക്കണമേ. അങ്ങേ കൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ യാചിക്കുന്ന പ്രത്യേക അനുഗ്രഹം എല്ലാ മേഖലകളും നമുക്ക് ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരാം. വിശ്വാസത്തോടെ സ്മരിക്കുവാൻ, സഹനങ്ങളിലൂടെ കടന്നു പോകുവാനായിട്ടുള്ള ശക്തിക്ക് വേണ്ടി, തീവ്രമായി ആഗ്രഹിക്കുവാനുള്ള ശക്തിക്ക് വേണ്ടി, ആഴമായ വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി, ക്രിസ്തുവിന്റെ വചനങ്ങളെ അനുസരിക്കാനുള്ള ശക്തിക്ക് വേണ്ടി, വ്യക്തിജീവിതത്തിൽ അനുഭവങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മതപീഡനങ്ങൾ സഹിച്ചുകൊണ്ടും ജീവൻ ബലി ചെയ്തുകൊണ്ടും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുവാൻ രക്തസാക്ഷികളെ സജ്ജമാക്കിയ ദൈവത്തിന്റെ കൃപാകടാക്ഷം നിങ്ങളുടെ മേലുണ്ടായിരിക്കട്ടെ. സ്ലീഹന്മാരെ ധൈര്യശാലിയാക്കിയ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ നിങ്ങളുടെ മേൽ ഭക്ഷിക്കുമാറാകട്ടെ. ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നും പിശാചിന്റെ തന്ത്രങ്ങളിൽ നിന്നും നിങ്ങൾ സംരക്ഷിതരാകട്ടെ. നിർമ്മലമായ ആത്മാവോടും ആരോഗ്യമുള്ള ശരീരത്തോടും കൂടെ ഈ ലോക ജീവിതത്തിൽ ദൈവത്തെ സ്നേഹിച്ച് ശുശ്രൂഷ ചെയ്യുവാനും വിശ്വാസത്തിലും സന്മാർഗത്തിലും ഉറച്ചു നിന്നുകൊണ്ട് വിശുദ്ധമായ മരണം കൈവരിക്കുവാനും അവസാനം വിശുദ്ധരോടും രക്തസാക്ഷികളോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ ത്രിത്വൈക ദൈവത്തിന്റെ അനവരതം സ്തുതിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ. നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥവും വിശുദ്ധ സെബസ്ത്യാനോസിന്റെ അനുഗ്രഹവും എന്നും നിങ്ങളുടെ കൂടെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ബന്ധുമിത്രാദികളെയും ഇന്നേ ദിവസത്തെ നൊവേന നടത്തിയവരെയും ഇവിടെ സമ്മേളിച്ചിട്ട് നിങ്ങൾ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. മിശിഹായിൽ സ്നേഹിതരെ, ഇന്നേ ദിവസം നമുക്ക് വചന സന്ദേശവും നൊവേനയും ഏറ്റെടുത്ത് നൽകിയ ബഹുമാനപ്പെട്ട ബിനോയ് പാണായിലച്ചനെ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നേ ദിവസം തിരുനാൾ തിരുക്കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഫ്രണ്ട്സ് ഓഫ് ദുബായിക്കും പ്രത്യേകം നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. 1-2 അറിയിപ്പുകളുണ്ട്. നാളെ 7:15 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം എല്ലാ വോളണ്ടിയേഴ്സിന്റെയും മീറ്റിംഗ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ഉണ്ടായിരിക്കുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നേർച്ചപ്പെട്ടിയിലും കൗണ്ടറിലും ഇരിക്കാനുള്ളവരുടെ പേരുകളടങ്ങിയ കാർഡ് ഓഫീസിൽ തയ്യാറായിട്ടുണ്ട്. ഇവന്റെ ഭാരവാഹികൾ കൊണ്ടുപോയി അത് വിതരണം ചെയ്യേണ്ടതാണ്. നാളത്തെ കർമ്മങ്ങളൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വൈകിട്ട് 4 മണിക്ക് ടൗൺ കപ്പേളയിലേക്ക് അമ്പു പ്രദക്ഷിണം ആരംഭിക്കുന്നു. 5:30 വാഹന വെഞ്ചരിപ്പ്, അതേ തുടർന്ന് വിശുദ്ധ കുർബാന, നൊവേന, പ്രസംഗം എന്നിവ ഉണ്ടായിരിക്കുന്നതാണ്. എല്ലാവരും തന്നെ സമയകൃത്യത പാലിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്നേഹിതരെ, ഇന്നേ ദിവസം തിരുനാൾ കർമ്മങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ ഫ്രണ്ട്സ് ഓഫ് ദുബായ് അവര് സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് 9 കുടുംബങ്ങളെ സഹായിക്കുവാനായിട്ട് സന്മനസ് കാണിച്ചിട്ടുണ്ട്. അവരുടെ പേര് വിവരങ്ങൾ വായിക്കുകയാണ്. പേര് വിവരങ്ങൾ വായിക്കുന്നവർ ദയവ് ചെയ്ത് മുന്നോട്ട് കയറി വന്ന് സഹായങ്ങൾ മേടിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. റോസ പാലാട്ടി കാഞ്ഞൂർ, ബിനി ബാബു കാഞ്ഞൂർ, മോഡി ബിജു കാഞ്ഞൂർ, വെറോണിക്ക ജോസ് കാഞ്ഞൂർ, CV ഡേവിസ് കാഞ്ഞൂർ, മേരി പാപ്പച്ചൻ കാഞ്ഞൂർ, മല്ലിക പുഷ്പരാജ് കാഞ്ഞൂർ, ഫ്രാൻസിസ് ചേറ്റുങ്ങിൽ കാഞ്ഞൂർ, ലീല ബാബു പുളിങ്ങാപ്പള്ളി.
റോസ പാലാട്ടി, ബിനി ബാബു, മോളി ബിജു, വെറോണിക്ക ജോസ്. ആരെങ്കിലും ഉണ്ടോ? വെറോണിക്ക ജോസ്. CV ഡേവിസ് കാഞ്ഞൂർ, മേരി പാപ്പച്ചൻ, മല്ലിക പുഷ്പരാജ്, ഫ്രാൻസിസ് ചേറ്റുങ്ങൽ കാഞ്ഞൂർ, ലീല ബാബു കാഞ്ഞൂർ. സ്നേഹം നിറഞ്ഞവരെ, ഇതുമായി സഹകരിച്ച എല്ലാവർക്കും, ദുബായ് ഫ്രണ്ട്സിന് എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. തുടർന്ന് കരിമരുന്ന് പ്രയോഗമാണ്. ദയവ് ചെയ്ത് എല്ലാവരും തന്നെ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്തേക്ക് നീങ്ങണമെന്ന് പ്രത്യേകം താല്പര്യമുണ്ട്. സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി ആടിയും യാടിയും ഇവിടുന്നകറ്റുവാൻ കാഞ്ഞൂർ പള്ളിയിലിരിപ്പവനേ. അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്കാൻ പീഡനമേറ്റു മരിച്ചവനേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.
വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ, പാപികൾ ഞങ്ങളെ പരിശുദ്ധരാക്കുവാൻ പണ്ടു നർബോനയിൽ ജനിച്ചവനേ, പാവങ്ങൾ ഞങ്ങൾക്ക് സ്വർഗരാജ്യം തരാൻ പീഡനമേറ്റു തളർന്നവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. അന്ധരെ അന്ധർ നയിക്കുന്ന വീഥിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, അന്ധരെ അന്ധർ നയിക്കുന്ന വീഥിയിൽ അഗ്നിശലാഖയായി ജ്വലിച്ചവനേ, അംഗങ്ങളൊക്കെയും ഞങ്ങളെ രക്ഷിക്കാൻ അമ്പുകൾ കൊണ്ടു മുറിഞ്ഞവനേ, വിശുദ്ധനായ സെബസ്ത്യാനോസേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആധിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ, ആധിയും വ്യാധിയും ഇവിടുന്നകറ്റുവാൻ അർത്തുങ്കൽ പള്ളിയിലിരിപ്പവനേ, രക്തത്തിൽ മുങ്ങി നിന്നൊരു വേദസാക്ഷിയായി രശ്മി